الحمد لله الذي أنزل القرآن هدى للناس وبينات من الهدى والفرقان. الحمد لله الذي خلق الموت والحياة ليبلو الناس أيهم أحسن عملا. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. نعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله സ്നേഹനിറഞ്ഞ സഹോദരീ സഹോദരന്മാർ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ജീവിതത്തിൽ തഖ്വയുള്ളവരാവുക. ജീവിതത്തിൻ്റെ എല്ലാ അഖില നിഖില മേഖലകളിലും ദീനി അധ്യാപനങ്ങൾ, ഖുർആന്റെ നിയമങ്ങൾ, ഖുർആന്റെ താക്കീതുകൾ, ഖുർആന്റെ നിർദ്ദേശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെ പ്രായോഗികതകൾ, ഉപദേശങ്ങൾ, അതൊക്കെയും കൃത്യമായി അറിവോടുകൂടി, നിർബന്ധ ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ അഖില നിഖില മേഖലകളിലും പുലർത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക ഞാൻ നിങ്ങൾ. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസ ആദർശങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട്, വിശിഷ്യ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആകുലതകളും വ്യാകുലതകളും ഉത്കണ്ഠയുമൊക്കെ ഉണ്ട് എന്നതിനപ്പുറം അത് നമ്മെ മറ്റെന്തിനേക്കാൾ കൂടുതൽ അലട്ടുന്നു എന്നതിനുമപ്പുറം അത്തരം അലട്ടലുകളിൽ നിന്ന് ചില കുറുക്കുവഴികളിലൂടെ സമാധാനം തേടാൻ മറ്റേതൊരു സമുദായത്തെയും പോലെ നമ്മളും ശ്രമിക്കുന്നു എന്നത് വളരെ ഖേദകരമായ ഗൗരവമുള്ള വിഷയം. നമുക്കറിയാം, മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ദീനീപരമായും വൈജ്ഞാനികമായും ഒക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ നമ്മിലൂടെ ഉണ്ടായിട്ടുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ചിന്താതലങ്ങളും നമ്മുടെ ചിന്താശക്തിയും ചിന്താ തലങ്ങളുമൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്, ശ്ലാഘനീയമാണ്. പക്ഷെ അതേസമയം പലപ്പോഴെങ്കിലും
ദീനിന്റെ ഉസൂലുകൾ, ദീനിന്റെ നിർബന്ധമുള്ള കാര്യങ്ങൾ, ദീനിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ദീനിൽ നിന്നല്ലാതെ ഉൾക്കൊള്ളേണ്ടി വരുന്നു എന്നത് അതിലേറെ ഗൗരവമുള്ള വിഷയം. ദീനിലില്ല, ദീന് നമ്മുടെ പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്, സമഗ്രമാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്, തിരുസുന്നത്തുകളിലൂടെ വെളിപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള മൂല്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള ദർശന വിഹിതങ്ങൾ, അത് പലപ്പോഴും നമ്മുടേതെന്ന് നമുക്ക് മുറുക്കി പിടിച്ച് നമുക്ക് മുന്നോട്ട് വെക്കാൻ, നമ്മിലൂടെ മുന്നോട്ട് വെക്കാൻ, നമ്മിലൂടെ പരിചയപ്പെടുത്താൻ, നമ്മിലൂടെ അത് പ്രായോഗികവൽക്കരിക്കുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ദീനീപരമായതും ദീനീപരമല്ലാത്തതും ഒരുപക്ഷെ ദീനീപരമായി വിലക്കിയിട്ടില്ലാത്തതുമാവാം. അതൊക്കെ ഒരു സമൂഹത്തിന്റെ ഭാഗമായി വിശിഷ്യ ഒരു വ്യത്യസ്ത സമുദായങ്ങൾ ഒന്നിച്ചുകൂടുന്ന മതസൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കൊള്ള കൊടുക്കലുകൾ, വാങ്ങലുകൾ, കൊടുക്കലൊക്കെ ആകാവുന്നതാണ് ദീനിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്. പക്ഷേ പലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഇടയ്ക്കെപ്പോഴോ ഒരു മൂത്താപ്പ കൈ നിറയെ കുറെ സമ്മാനങ്ങളുമായി വന്നപ്പോൾ കുട്ടി എനിക്ക് വാപ്പ വേണ്ട മൂത്താപ്പ മതി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചിലതൊക്കെ നല്ലത് കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അത് മതി, മറ്റതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും ഉസൂൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളത്. ഞാനിപ്പോൾ അത് പറയാൻ കാരണം, ഇപ്പോൾ വിവാഹങ്ങളുടെ കാലഘട്ടം അങ്ങനെയാണ്. അത് പല സൗകര്യങ്ങൾക്കുണ്ട്. പലപ്പോഴും നമ്മുടെ വിദേശത്തൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ ഒരു പങ്കാളിത്തമൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ വിവാഹങ്ങൾക്ക് പോലും ഇപ്പോൾ സീസണുണ്ട്. അത് തെറ്റോ ശരിയോ എന്നല്ല, അത് അതാത് കാലങ്ങളിൽ നടക്കേണ്ടതല്ല. പക്ഷെ വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ ആ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹം എന്തിലേക്ക്, വിവാഹത്തിന്റെ ഗൗരവം, വിവാഹത്തിന്റെ ആവശ്യകത, വിവാഹം വിശ്വാസിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാധ്യതകൾ, അതിന്റെ നിർബന്ധാവസ്ഥ, അതിലൂടെ ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഒരു സുഹൃതം, അതിന്റെ ഒരു കോൺസിക്വൻസസ്, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അത് വിവാഹത്തിന് മുമ്പും വിവാഹത്തോടൊപ്പവും വിവാഹത്തിലൂടെയും ബോധ്യപ്പെടുന്നുണ്ട് എന്ന്, ഇല്ല എന്നല്ല, ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി അരക്കി തുറപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നാണ് മനുഷ്യനുണ്ടായ കാലത്തോളം, ചരിത്രം എഴുതപ്പെട്ടിടത്തോളം കാലം, ശാസ്ത്രം എഴുതപ്പെട്ടിടത്തോളം കാലം, ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള കാലം അത്രയും ഇന്നുവരെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുമായ ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നത്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ അല്പം തിരിഞ്ഞു നടക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയിലേക്ക്, ഞാൻ, എന്റേത്, എനിക്ക്, എന്റെ സ്വാതന്ത്ര്യം, മൈ ലിബർട്ടി, മൈ ഫ്രീഡം, മൈ റൈറ്റ് റാദർ ദാൻ റെസ്പോൺസിബിലിറ്റി, തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ത് എന്ന് ബോധ്യപ്പെടുന്നതിനേക്കാൾ ഉപരി തന്റെ അവകാശങ്ങൾ, തന്റെ സ്വാതന്ത്ര്യം, എന്റെ സുഖം, എന്റെ താല്പര്യം, അതിനൂന്നൽ നൽകിക്കൊണ്ട് പല പ്രത്യയശാസ്ത്രങ്ങളും പല ദർശനങ്ങളും പല ചിന്തകളും സമൂഹത്തിൽ നടമാടുമ്പോൾ, സമൂഹത്തിൽ വികസിച്ചു വരുമ്പോൾ നമുക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പള്ളിക്കകത്ത് ഇസ്ലാമിസ്റ്റാണ്, കുടുംബത്തിനകത്ത് ഇസ്ലാമിസ്റ്റാണ്, സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ലിബറലിസ്റ്റാണ്. കുറച്ചും കൂടി ആത്യന്തികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക്, എത്തിസ്റ്റിക്, മോഡേണിസ്റ്റ് ആണ്. ഇതൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്നതാണോ ഇസ്ലാമിസ്റ്റിക് തോട്ട്സ്, ഇസ്ലാമിസ്റ്റിക് ചിന്തകൾ? പള്ളിയിൽ വരുമ്പോൾ പള്ളിക്ക് അനുയോജ്യമായ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളും ഇസ്ലാമിന്റെ ചിന്തകളും സംസാരങ്ങളും പ്രഖ്യാപനങ്ങളും. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ദർശനങ്ങൾ, അവിടെ ലിബറലിസം ഉണ്ട്, മോഡേണിസം ഉണ്ട്, എത്തിസം ഉണ്ട്, മെറ്റീരിയലിസം ഉണ്ട്. ആകെ കൂടി ഒരു അഴകുഴമ്പൻ സമീപനം. ഇവിടെ എവിടെയാണ് നമ്മുടെ വേരുറച്ചിട്ടുള്ളത്? പല വിഷയങ്ങളിൽ നമുക്ക് മൂടുറച്ചു പോയപ്പോൾ വേരുറച്ചയിടത്തിൽ നിന്ന് വേരുകൾ പറഞ്ഞു പോകുന്ന ഒരു ദുരവസ്ഥയുണ്ടാകും. അത്തരത്തിൽപ്പെട്ടൊരു വിഷയമാണ് കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്ന സാമൂഹ്യ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആന്ത്രോപോളജി വളരെ കൃത്യമായി പറഞ്ഞിട്ടാണ് ദ ബേസിക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി. അത് ഫാമിലിയാണ്, അത് കുടുംബമാണ്, അത് സൊസൈറ്റിയുടെ തന്മാത്രയാണ്. ആ തന്മാത്രയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് വ്യക്തികളെ വ്യക്തികളാക്കി പിരിച്ചെടുത്തുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെ സ്വാർത്ഥതയിലേക്കും അവരെ ഇത്തരത്തിലുള്ള ദർശനങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് പറിച്ചു മാറ്റി
തങ്ങൾക്കുതകുന്ന രീതിയിൽ അവരെ വിപ്ലവാത്മകമായി വളർത്തിയെടുത്ത് തങ്ങൾക്കുതകുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്ന, അങ്ങനെ മാറ്റിയെടുക്കപ്പെടുന്ന ഒരു തലമുറ നമുക്ക് സമാന്തരമായി ജീവിക്കുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ നമുക്ക് പ്രയോജനവൽക്കരിക്കാൻ കഴിയുന്നില്ല, പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ നമ്മളോടെങ്കിലും സമ്മതിക്കേണ്ടതുണ്ട്. കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യവസ്ഥയൊന്നുമല്ല. അങ്ങനെയുണ്ടല്ലോ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാവരും കുടുംബമായിട്ടാണ്. ലിവിങ് ടുഗദർ ഒരു വളർന്നു വരുന്നുണ്ട്. സഡോമി, ഹോമോസെക്ഷൽ, ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടുകളും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് ഒരു കുടുംബത്തിന്റെ ഒരു ഘടനയുണ്ടാക്കുക എന്നത്, അങ്ങനെ ഒരു കുടുംബത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവുക എന്നത്, അതിനുവേണ്ടി വിവാഹം എന്ന കർമ്മം നടത്തുക എന്നത്, അത് മതത്തിന്റെ അടിസ്ഥാനപരമായ വളരെ സുപ്രധാനപരമായ ഒരു കാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അത് നടത്തുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന ബാധ്യതയല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു വിവാഹിതനാകുന്നതോടുകൂടി അയാളുടെ ദീനിന്റെ പകുതി പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. ബാക്കി പകുതിയാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവുമായിട്ടാണ് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ദീനിന്റെ അടിസ്ഥാനം തഖ്വയാണെങ്കിൽ, തഖ്വയിൽ ജീവിക്കുക എന്നതാണ് ദീനെങ്കിൽ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലാണ് മുസ്ലിമിന്റെ അടിസ്ഥാന ബാധ്യതയെങ്കിൽ, ആ തഖ്വയുടെ 50% കുടുംബത്തിൽ വിവാഹം കഴിക്കുന്നതോടുകൂടി നേടിയെടുക്കുന്നതാണ്. എത്ര പേർ പ്രാധാന്യം ഉണ്ടാവണം? തീർന്നില്ലല്ലോ. മുഖത്തിമയായി ഓതി വെച്ച ആയത്ത് എന്താണ്? നമുക്ക് കുടുംബം ഇവിടുന്ന് കടമറ്റൊന്നല്ല. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കുടുംബ വ്യവസ്ഥയ്ക്ക് ആദ്യമായി ഭൂമിയിൽ നിലപാട് തറയുറക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം തന്നെയാണ്. ആദ്യ മനുഷ്യൻ ആദമായിരുന്നുവെങ്കിൽ അലൈഹിസ്സലാം, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ സൃഷ്ടിപ്പായി, മനുഷ്യ സൃഷ്ടിപ്പായി അല്ലാഹു നൽകിയത് ആദമിന് ഒരു ഇണയായിരുന്നു. കാരണം കുടുംബം ഉണ്ടാവുക എന്നതിന് അടിസ്ഥാനമായി. അല്ലാണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ആ പ്രവാഹത്തിന്റെ യുഗങ്ങളിൽ എവിടെയോ വെച്ച് കൂടെ ചേർന്ന് വന്നതല്ലല്ലോ സ്ത്രീ എന്ന വർഗം. ഒരു പുരുഷനെ സൃഷ്ടിച്ചതോടൊപ്പം തന്നെ അതിന്റെ അനിവാര്യതയായി മനസ്സിലാക്കി അവന് ഇണയെ നൽകുകയായിരുന്നു ആദ്യം. എന്നിട്ടല്ലേ പ്രവാചകന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടക്കുക. അല്ലെങ്കിൽ തന്നെ ആരോടാ പ്രബോധനം നടത്തുക? അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്ത് നിസാ ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 1, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒരു വലിയ കാര്യം പഠിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി പഠിപ്പിക്കുന്നത്. എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ. ഓരോ വഖത്തിനും എത്ര റക്അത്ത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ. സുജൂദ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ. അതൊക്കെ പിന്നീട് അടിസ്ഥാന ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ കാണിച്ചു തരികയാണ്. ഇത്രയേറെ ആയാത്തുകൾ ഉണ്ടായിട്ടും പരിശുദ്ധ ഖുർആന്റെ 75-ൽ പരം ആയാത്തുകൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യ സമൂഹത്തിന്റെ വ്യവസ്ഥിതിയുടെയും അതിന്റെ മുന്നോട്ടുള്ള പരിപാലനത്തിന്റെയും സുസ്ഥിതിയുടെയും അടിസ്ഥാന കാണ്ഡങ്ങളായ സിവിൽ റൂളുകളാണ്. ആ റൂളാ പറയുന്നത് റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. നിങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു സ്വത്വത്തിൽ നിന്നാണ്. നിങ്ങളൊക്കെ തുല്യരാണ്. നിങ്ങളിൽ സാമ്പത്തികമായും വർഗപരമായും കുടുംബപരമായും രാഷ്ട്രീയപരമായും ഒക്കെ നിങ്ങളിൽ കാണുന്ന വൈജാത്യങ്ങൾ അത് നിങ്ങളായിട്ടുണ്ടായതാണെങ്കിൽ പോലും അത് നിങ്ങളിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങളൊക്കെ സൃഷ്ടിച്ചത് ഒരേ സ്വത്വത്തിൽ നിന്നാണ്. വഖലഖ മിൻഹാ സൗജഹ. അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇണയെ നൽകിയത്. വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. അതിൽ നിന്ന് ആണായിട്ടും പെണ്ണായിട്ടും, പിന്നെ ആ ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് ആണായിട്ടും പെണ്ണായിട്ടും എമ്പാടും മനുഷ്യവർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചു. വത്തഖുല്ലാഹ്. വീണ്ടും പറയുന്നു, സൂക്ഷിക്കണേ. ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തും വത്തഖുല്ലാഹ്. സ്വർണ്ണാഭരണം ഉണ്ടാക്കുമ്പോൾ നടുക്കൊരു രക്തം വെച്ചിട്ട് അതിന്റെ സൈഡിൽ സ്വർണത്തിന്റെ 2 ക്ലിപ്പിടുമല്ലോ എന്നതുപോലെ വളരെ ഗൗരവമായ ഒരു കാര്യം. വത്തഖുല്ലാഹ് റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബത്ത മിൻഹുമാ റിജാലൻ കസീറാ വനിസാ. വത്തഖുല്ലാഹ്. വീണ്ടും ഒരു വത്തഖുല്ലാഹ്. ഒരായത്തിൽ 2 വത്തഖുല്ലാഹ്. ഒരു കാര്യം മനസ്സിലാവും, ഒരിക്കൽ പറഞ്ഞാൽ പോരെ. അത്രമേൽ ഗൗരവം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. എന്തിനാ ഇത്ര ഗൗരവത്തിൽ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒന്നായി സൃഷ്ടിച്ചത്? എന്തിനാ നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചത്? എന്തിനാണ് ആ ഇണയിൽ നിന്നും തുണയിൽ നിന്നും മക്കളെ സൃഷ്ടിച്ചത്? അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ അവ ചോദ്യം ചെയ്യും. നിസ്കാരത്തെ കുറിച്ച് മാത്രമല്ല, നോമ്പിനെ കുറിച്ച് മാത്രമല്ല, സക്കാത്തിനെ കുറിച്ച് മാത്രമല്ല, കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്ന് ഒരു കുടുംബം വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമായത് ദീനീപരമായ ബാധ്യതയാണോ? അതോ സമൂഹത്തിൽ എല്ലാവർക്കും കുടുംബമുണ്ട്, കുടുംബം ഇല്ലെങ്കിൽ എന്റെ ജീവശാസ്ത്രപരമായ കാര്യങ്ങൾ നടക്കൂല എന്നുള്ളതുകൊണ്ടാണോ? അങ്ങനെ ഉണ്ടല്ലോ. ലിവിങ് ടുഗദർ ഒന്നും നമ്മളവിടെ അത്രക്കായിട്ട് പോപ്പുലർ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ ചിലപ്പോൾ മാതാപിതാക്കൾ സമ്മതിച്ചെന്ന് വരില്ല. അപ്പൊ അതിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല.
എന്നാലുണ്ടല്ലോ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് വല്ലവരും അങ്ങനെയാണെങ്കിൽ കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ, ആ ഭാഷയിൽ പറഞ്ഞാൽ പുരോഗമിച്ചാൽ, പിന്നെ വിവാഹം എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാകുന്ന ഒരു സമാന്തര സമൂഹം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉറച്ച ശ്വാസത്തിലും ഉറച്ച വർത്തമാനത്തിലും പറയാൻ സാധിക്കണം, ഇത് ഞങ്ങളുടെ ദീനീ ബാധ്യതയാണ്. കാരണം അർഹാം, കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും. അർഹാം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്, എന്തു പറ്റിയതാണ് നമ്മളെ കുട്ടികൾക്ക്, എന്തു പറ്റിയതാണ് നമ്മുടെ സമൂഹത്തിന്, പടച്ചോന്റെ റഹ്മത്തൊക്കെ നഷ്ടപ്പെട്ടു. വളരെ ഗൗരവമുള്ള ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം, കരുണ, കടാക്ഷം, സമാധാനം, ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരുണയുടെയും ഒക്കെ വിളനിലമായിരുന്ന, കരുണയും കാരുണ്യവും കുടിപ്പാർത്തിരുന്ന നമ്മുടെ ഗേഹങ്ങൾ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ഗുഹകളായി മാറിയപ്പോഴാണ്. എവിടെയാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടത്? മാതാപിതാക്കൾ കുട്ടികളെ ഇല്ലാതാക്കുന്നു, കുട്ടികൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്നു, അവർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് ആർക്കും യാതൊരു തരത്തിലുള്ള വ്യവസ്ഥിതിയുമില്ല, ചോദിക്കാൻ ആരുമില്ല, എന്ത് ചോദിച്ചാലും ഒക്കെയും സ്വാതന്ത്ര്യമാണ് പോലും. വളർന്നു വരുന്ന തലമുറയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി മാതാപിതാക്കളെ നോക്കാൻ മറ്റൊരു സ്ഥാപനം, മക്കളെ നോക്കാൻ വേറൊരു സ്ഥാപനം, എല്ലാം സ്ഥാപനങ്ങളെ സ്ഥാപനവൽക്കരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ദീനിന്റെ ഉസൂലുകളാണെന്ന് അത് ഓർമ്മപ്പെടുത്തുക. കുടുംബം, അർഹാം, ഈ പദം പരിശുദ്ധ ഖുർആൻ 3 കാര്യത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ നാനാർത്ഥങ്ങൾ എന്ന് പറയാവുന്ന രീതിയിൽ അതിന് 3 അർത്ഥങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന്, അത് റഹ്മാനും റഹീമുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പേരാണ്. അർഹാം, റഹീം, റഹ്മത്ത്, റഹീം. ആ റഹ്മ എന്നതിൽ നിന്ന് വന്നതാണ് അർഹാം. എവിടെയാ കാരണമുണ്ടാവുമ്പോ? പിന്നീട് ആ പദം ഉപയോഗിച്ചത് സ്ത്രീയുടെ ഗർഭപാത്രത്തിനാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിനാണ്. ദ മാട്രിക്സ് ഓഫ് ഹ്യൂമൻ, മനുഷ്യന്റെ ഉറവിടം, മനുഷ്യൻ ഉടലെടുക്കുന്ന ആ മാട്രിക്സ്, ആ ഗർഭപാത്രം, അതിനാണ് പരിശുദ്ധ ഖുർആൻ പിന്നീട് അർഹാം എന്ന് പറയുന്നത്. മറ്റൊന്ന് കുടുംബത്തിനാണ്. ഇതിനേക്കാൾ വലിയ ഒരു ഉപമ, ഇതിനേക്കാൾ നല്ല ഒരു വിശദീകരണം അവിടെ കിട്ടും. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ദീൻ സ്വീകരിച്ചു, അവനിൽ നിന്ന് സ്വന്തത്തെ വാങ്ങി, അവനിൽ നിന്ന് നഫ്സിനെ വാങ്ങില്ലേ, സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹി. അതിലൊന്നും വരാതില്ലല്ലോ. അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു റൂഹി തന്നത്. അള്ളാഹുവിന്റെ ഒരു ദൈവികമായ അംശമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് ഒരു അംശം നഫ്സായി വാങ്ങി ഈ ഭൂമിയിൽ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രമാകുന്ന അർഹാമിൽ നിക്ഷേപിക്കപ്പെട്ടു. ആ അർഹാമിൽ നിന്ന് പ്രസവത്തിലൂടെ മോചിതനായി അള്ളാഹുവിന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കുടുംബത്തിലൂടെ കടന്നു വന്ന് ആ കുടുംബത്തിലൂടെ ജീവിച്ച് തിരിച്ചു നാളെ റഹ്മാനും റഹീമുമായ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തുക എന്ന ആ അനുസ്യൂത പ്രയാണത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ് കുടുംബമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുന്നത്. എന്നിട്ട് ആയത്ത് അവസാനിച്ചു, അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ നിലപാട്. ആ നോട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? എവിടെ നിങ്ങളുടെ അർഹാം? എവിടെ നിങ്ങളുടെ മാതാപിതാക്കൾ? എവിടെ നിങ്ങളുടെ മക്കൾ? എവിടെ നിങ്ങളുടെ അനുസരണ? എവിടെ നിങ്ങളുടെ ബഹുമാനം? എവിടെ നിങ്ങളുടെ ലജ്ജ? ലജ്ജയില്ലാത്തൊരു സമൂഹമാണ് വളർന്നു വരുന്നത്. ഭയം വേണ്ട പോട്ടെ, ലജ്ജയുണ്ടല്ലോ. വഹി ഇറങ്ങിയ കാലം മുതൽ പഠിപ്പിക്കുന്നതാണ് ലജ്ജ എന്താണ്. ലജ്ജ എന്തൊന്നാത്ത ആളുകൾ ശാരീരികമായ ലജ്ജ മാത്രമല്ല, അത് അമ്പയില്ലാതായി പോയി. വസ്ത്രം ധരിക്കുന്നത് നഗ്നത കാണിക്കാനാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതി പുരുഷനും സ്ത്രീക്കും. കാരണം പലപ്പോഴും നമ്മൾ വസ്ത്രം ഇല്ലാതെ ഒരാൾ പോയാൽ പോലും ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചില്ലാന്ന് വരും. ഞാൻ ആ അർത്ഥത്തിൽ തന്നെ പറഞ്ഞു, ഒരാൾ വസ്ത്രമില്ലാതെ പോയാൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയുണ്ടാക്കുന്ന രീതിയിൽ വസ്ത്രധാരണം നടക്കുന്ന ഒരു തലമുറ അല്ലേ? ഈ ലജ്ജയൊക്കെ ഉണ്ടാവേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ആ കുടുംബ ബന്ധത്തെയാണ് മനഃപൂർവ്വം ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി അടർത്തി മാറ്റിയാലേ തങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഉതകുകയുള്ളൂ എന്നും മനസ്സിലാക്കുന്നവരാണ്. പിന്നീടാണ് അവരെ മയക്കുമരുന്നിന് കിട്ടുന്നത്, പിന്നീടാണ് അവരെ ലൈംഗിക ചൂഷണങ്ങൾക്ക് കിട്ടുന്നത്, പിന്നീടാണ് അവരെ താന്തോന്നികളായി കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് അവരിലേക്ക് ലിബറലിസം എന്ന ലിബർട്ടി എന്ന മോഹന വാഗ്ദാനങ്ങളുമായി എത്ര കാലം നീ ഇങ്ങനെ ബന്ധനസ്ഥനായിട്ട് കഴിയും? ഹേ, ഉമ്മാനെ നോക്കണം, ഉപ്പാനെ നോക്കണം, അത് കഴിഞ്ഞ ഭാര്യനെ നോക്കണം, പിന്നെ മക്കളെ നോക്കണം, നിനക്ക് എപ്പോഴാണ് ജീവിക്കാൻ കഴിയുക? ഹേ, ഇതൊക്കെയാണ് ജീവിതം എന്ന് നീ പഠിപ്പിക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായ ഒരു ജീവിതത്തെ ആരൊക്കെയോ എവിടേക്കോ
മനോഹരമായ വർണ്ണക്കടലാസുകളിലും വർണ്ണവിളക്കുകളിലും പൊതിഞ്ഞ് നമ്മുടെ തലമുറയെ മാടി വിളിക്കണം. അതുകൊണ്ടാണ് ഈ ബന്ധം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ ഇത്രമേറെ ഗൗരവമാക്കിയത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികർമ്മം നിർവഹിച്ചതിന് ശേഷം വിരമിച്ച സമയത്ത് കുടുംബ ബന്ധം എന്ന സംവിധാനം എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചു പോലും, എന്റെ കാര്യത്തിൽ തീരുമാനം വല്ലതുമുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ ഉപമ കലർന്നൊരു ചോദ്യം. എന്റെ കാര്യത്തിൽ എന്താണ് റബ്ബേ തീരുമാനം? നാളെ ഈ മനുഷ്യരെയൊക്കെ ഭൂമിയിലേക്ക് അങ്ങോട്ട് വിടുമല്ലോ, അവിടെ നീ കുടുംബമാവണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവരൊക്കെ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കുമെന്നും ഞാൻ എന്ന കുടുംബ ബന്ധത്തെ അവർ കയ്യോടെ ചേർത്ത് നിർത്തുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഖാല റബ്ബുൽ ഇസ്സത്ത് മൻ വസലകി വസല്ലതുഹു വമൻ ഖതഅകി വഖതഅതുഹു. ഖാല അല്ലാഹു വസ്സഅജ. ഹേ കുടുംബ ബന്ധമേ, ആരാണ് നീയുമായി ബന്ധമുള്ളത് അവനുമായി എനിക്ക് ബന്ധമുണ്ടാവും. മൻ ഖതഅകി വഖതഅതുഹു. ആരാണോ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത് അവനുമായി പിന്നെ എനിക്ക് ബന്ധമില്ല. ആർക്കാണോ കുടുംബം പ്രസക്തമല്ലാത്തത്, ആർക്കാണ് ഉമ്മ പ്രസക്തമല്ലാത്തത്, ബാപ്പ പ്രസക്തമല്ലാത്തത്, ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ ഒരു ചെറിയ കുടുംബത്തിൽ 1.5 സെന്റ് 2 സെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിന്റെ പേരിൽ പരസ്പരം സഹോദരന്മാർ മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും കാണരുത് എന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുന്ന ഒരു കാലത്ത് ഓർക്കുക. ആ ബന്ധവിച്ഛേദനം കൊണ്ടുണ്ടായത് അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ വിച്ഛേദനമാണ്. ആ ഹദീസ് പറഞ്ഞു കൊടുത്ത ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ ഹദീസ് ഓർത്താൽ മൻ ഖതഅകി വഖതഅതുഹു വമൻ വസലകി വസല്ലതുഹു, മൻ വസലകി വസല്ലതുഹു വമൻ ഖതഅകി വഖതഅതുഹു എന്ന എന്റെ ഈ വചനം നിങ്ങൾ ഓർത്താൽ ഉടനെ നിങ്ങൾ സൂറത്ത് മുഹമ്മദിലെ 22-23 ആയത്തുകൾ കൂടി ഓർക്കണം. ഫഹല്ലസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദ് വതുഖതി അർഹാമകും. ഈ ആയത്ത് കൂടി നിങ്ങൾ ചേർത്ത് വായിക്കണം. സൂറത്ത് മുഹമ്മദ് വേഴ്സ് നമ്പർ 22-23. ഫഹല്ലസൈതും മിൻ തവല്ലൈതും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങൾ ഖുർആൻ പഠിച്ചു, നിങ്ങൾ ദീനിലേക്ക് വന്നു, നിങ്ങൾ ദീനിന്റെ ആളുകളായി, എല്ലാം പഠിച്ചു, എല്ലാം മനസ്സിലായി. പിന്നെ നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് കുഴപ്പമുണ്ടാക്കാൻ പാടുന്നു അല്ലേ? പരിശുദ്ധ ഖുർആനാണ് ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുക എന്നോട്, നിങ്ങളോട്, ഖുർആന്റെ അനുവാചകരായ ഓരോരുത്തരോടും. ഇത് യഹൂദികളല്ലല്ലോ വായിക്കുന്നത്, ക്രിസ്ത്യാനികളല്ലല്ലോ വായിക്കുന്നത്, ഇതര മതസ്ഥരല്ലല്ലോ വിമർശിക്കാൻ വേണ്ടി വായിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. ദിവസവും ഓതി കൂലി വാങ്ങാൻ വേണ്ടി, ഓതിയാൽ കൂലി ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി ഓതുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ കുറച്ചെങ്കിലും വേണ്ട. എന്നിട്ട് നിങ്ങൾ ഭൂമിയിൽ പോയി കുഴപ്പമുണ്ടാക്കുന്നു. എന്താ കുഴപ്പം? നിങ്ങൾ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നു. അപ്പൊ ഖുർആൻ പറഞ്ഞ ഈ പിന്നെ പ്രശ്നം എന്താ അറിയോ? ഫസാദ്, കുടുംബ ബന്ധം വിച്ഛേദിക്കണം. എത്ര നിസ്സാരമായിട്ടാണെന്നറിയോ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത്? എന്ത് രസമാണെന്നറിയോ? ചിലപ്പോൾ ഇതൊക്കെ മറന്നുണ്ടാകും. വിവാഹം ഉറപ്പിക്കുന്നു, നിക്കാഹ് കഴിയുന്നു, പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണേലും അവർ തമ്മിൽ പിരിഞ്ഞു, പിന്നെ വേറൊരാളെ കൂടെ പോകുന്നു, ലിവിങ് ടുഗദർ. എന്തൊരു അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, ഒരു പലപ്പോഴും വളരെ ആലങ്കാരികമായിട്ട് ഇത്രമേൽ വലിയ വിപത്തിനെ ഇത്രമേൽ ആലങ്കാരികമായിട്ട് മാറ്റിയെടുക്കാൻ ചില സമാന്തര ദർശനങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അതൊക്കെയും സമാന്തരമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. അത് ദീനിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതെ സൂക്ഷിക്കണം. അവരെയല്ലേ ഞാൻ ശപിച്ചത്. അള്ളാഹ് പറയും, അവരെയല്ലേ ഞാൻ ശപിച്ചത്. ആ ശാപാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആ ശാപമാണെന്ന് വെച്ചോ. ആ ശാപത്തിന്റെ തുടക്കമാണ്. കരുണയില്ലാതെ പോയി, കാരുണ്യമില്ലാതെ പോയി, കുടുംബ വ്യവസ്ഥ ഇല്ലാതെ പോയി. അള്ളാഹു ശപിച്ചിരിക്കുന്നത് അവരെയാണ്. ആരെ? കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ട് കുടുംബത്തിന്റെ കാര്യത്തിലായാലും ദീനീ വിഷയത്തിലായാലും എല്ലാം പറഞ്ഞ് മനസ്സിലായിട്ട് തൽക്കാലം ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ലോകത്ത് ഇത് പ്രായോഗികമല്ലെന്ന് തിരിച്ചറിഞ്ഞ് മറ്റേതോ ഒരു വ്യവസ്ഥയിൽ തൽക്കാലം ഒരു കാലം മറ്റേ കാലം മറ്റോടത്ത് വിട്ടുകൊണ്ട് അങ്ങനെ ചാഞ്ചാടിക്കൊണ്ടു പോകുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ അവരുടെ കാതുകളും കണ്ണുകളും നാം കൊട്ടിയടയ്ക്കും. എന്തൊരു ഗൗരവമുള്ളവർ. ആ ശാപം കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല. എനിക്കും നിങ്ങൾക്കും അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അതിനർത്ഥം ആ ശാപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കണ്ടാൽ മനസ്സിലാവില്ല. നിങ്ങളുടെ ഒരാളോട് ചോദിക്കുക എന്താ പ്രശ്നം? വീട്ടിലാണ് പ്രശ്നം, കുടുംബത്താണ് പ്രശ്നം, കുടുംബത്തിൽ കയറാൻ വയ്യ, പ്രശ്നമാണ് ഇത്ര. സമാധാനമില്ല, കുടുംബത്തിൽ ചെന്നാൽ സമാധാനമില്ല, കുടുംബത്തിൽ ആർക്കും എന്നോട് സ്നേഹമില്ല, കുടുംബത്തിൽ ആർക്കും എന്നോട് കരുണയില്ല, കുടുംബത്തിൽ ആർക്കും എനിക്ക് സമാധാനം തരുന്നില്ല. ഹേ, ഇതൊക്കെ കിട്ടേണ്ടത് കുടുംബത്തിൽ നിന്നാണ് അല്ലേ? അള്ളാഹ് വലിയ ദൃഷ്ടാന്തമായിട്ടാണ്
നിങ്ങൾക്കിണകളെ നിങ്ങളുടെ സ്വത്വത്തിൽ നിന്ന് തന്നെ നിങ്ങളെ തന്ന നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കിടക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാവേണ്ടത്. അപ്പൊ സമാധാനം വജഅല ബൈനക്കും മവദ്ദ, അതിനുവേണ്ടി നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ കുടുംബത്തിൽ മവദ്ദ വറഹ്മ, പ്രണയവും കാരുണ്യവും നാം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നു. കുടുംബത്തിൽ പോയി നോക്ക്, അതവിടെ കിട്ടണം. അല്ലാണ്ട് അവിടെ സമാധാനം ഞാൻ പുറത്ത് ഇറങ്ങലല്ല, പുറത്തല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, കുടുംബത്തിനകത്താണ്. ഒരു മനുഷ്യന്റെ അടിസ്ഥാന സ്പൈസസ് ഓഫ് ലൈഫ് അങ്ങനെയാണല്ലോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സ്പൈസസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ സൗന്ദര്യം, ജീവിതത്തിന്റെ സുഖം, ജീവിതത്തിന്റെ ലഹരി, യഥാർത്ഥ ലഹരി, അത് 3 കാര്യങ്ങളാണ്. ഒന്ന് സമാധാനം. പണക്കാരനായ പോലും ഉണ്ടാവാത്ത സാധനമാണ്. പണക്കാരനായ അതുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ലോകത്ത് സമാധാനം ഉണ്ടാവേണ്ട പണക്കാരനല്ലേ. നമ്മൾ നോക്കുമ്പോൾ സമാധാനമുള്ളത് പുഴ പോലെയൊക്കെ ചാക്ക് വിരിച്ച് കിടക്കുന്ന മനുഷ്യനുള്ള സമാധാനം എനിക്കും കൊണ്ടോ ഒന്നാലോചിച്ചോ. എങ്കിൽ ആ സമാധാനം മനുഷ്യന് വേണ്ടത് രണ്ടാമത്തെ പ്രണയമാണ്. അത് ക്ലാസ് റൂമുകളിലും ബസ് സ്റ്റോപ്പുകളിലും പരസ്പരം ഒന്നിച്ചിരിക്കുന്ന പാഠശാലകളിലെ പഠന റൂമുകളിൽ പരസ്പരം പങ്കിട്ടുണ്ടാക്കേണ്ടതല്ല, കുടുംബത്തിനകത്ത് പുലരേണ്ടത്. അള്ള വെച്ചത് അവിടെ, അതെടുത്ത് പുറത്തിടരുത്. വറഹ്മ, കാരുണ്യം. എവിടെ പോയി ഈ കാരുണ്യം? ആ കാരുണ്യത്തെ കുറിച്ചാണ് അള്ള പറഞ്ഞത്. അതാണ് അർഹാം. ആ അർഹാം നിലനിർത്തിയല്ലാതെ മനുഷ്യ സമൂഹത്തിന് ആ സുന്ദരമായ കാലത്തെ ഇനിയും സ്വപ്നം കാണാൻ കഴിയില്ല. പലതും വരും, പലതും പോകും. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മളൊക്കെ ദീനിന്റെ വക്താക്കളാണ്, നമ്മളൊക്കെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. നമ്മുടെ വീട്ടിലെങ്കിലും നമ്മുടെ കുടുംബ വ്യവസ്ഥ, നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള ഇടപെടലുകൾ, ബിഹേവിയർ തിയറീസ്, അല്ലെ, പെരുമാറ്റ ശാസ്ത്രങ്ങൾ. ദീൻ പഠിപ്പിക്കാത്ത പെരുമാറ്റ ശാസ്ത്രമുണ്ട്. പെരുമാറ്റ ശാസ്ത്രത്തിന്റെ അത്യാധുനിക ഇംഗ്ലീഷ് പുസ്തകങ്ങളൊന്നും വായിക്കേണ്ട, അതിന്റെ അടിസ്ഥാനം തന്നെയാണ്. നമ്മുടെ പ്രശ്നത, നമ്മുടെ കയ്യിലുള്ളത് ചോക്കുമലയിൽ താമസിക്കുന്നവന് ഒരു ചെറിയ ചോക്കുമായി പോയതുപോലെയാണ് മുസ്ലിമിന്റെ അവസ്ഥ. നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മുടേതാണെന്ന് ബോധ്യപ്പെടാതെ മറ്റാരോ ഭാഷാന്തരം നടത്തിയ, ഭാഷാവിവർത്തനം നടത്തിയ, അവരുടെ രീതിയിൽ വളച്ചൊടിച്ച് അവർക്ക് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുത്ത പുസ്തകങ്ങൾ നമുക്ക് കിതാബുകളായി മാറുമ്പോൾ അതിന്റെ ഉറവിടമായ യഥാർത്ഥ കിതാബുകൾ നമ്മുടെ വീടുകളിൽ അന്തരങ്ങളിലെ അലമാറകൾക്കുള്ളിൽ ഇരുന്ന് തപസ് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് ഖേദകരമാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അത് കുടുംബം എന്ന ഒരു വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. അത് പറയാനുള്ള സാഹചര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിവാഹങ്ങൾ ഇത്രമേൽ കൗതുകകരമായി ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തോന്നുന്നത്. എന്തൊരു കൗതുകമാണ്, എന്തൊരു സന്തോഷമാണ്. ഒരു യുവാവും ഒരു യുവതിയും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു. എന്തൊരു റഹ്മത്താണ് അവരുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്നു നൽകുന്നത്. എന്തൊരു സുഖമാണ് അത് കാണാൻ. അത് കാണുമ്പോൾ വിവാഹിതരായ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയല്ലേ. ഇതുപോലെയാണല്ലോ ഞാൻ വിവാഹിതനായത്. എന്റെ കുടുംബത്തിലും ഇതുപോലെ കാരുണ്യം കഴിഞ്ഞ അള്ളാഹുവിന്റെ ആ കാരുണ്യം, ആ കരുണ അതെനിക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം, തിരിഞ്ഞു നോക്കണം, വേണ്ടി വന്നാൽ തിരിഞ്ഞു നടക്കണം. എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് അവിടേക്ക് തിരിച്ചു വരാൻ കഴിയണം. പ്രായത്തിലും തിരിച്ചു പോകാനല്ല, തെറ്റുപറ്റിയത് എവിടെയാണോ അവിടേക്ക് തിരിച്ചു പോകാൻ കഴിയണം. മനസ്സിനെ ശാഞ്ചല്യപ്പെടുത്തുന്ന അത്തരം ദുസ്ഥിതികളെയും ദുശ്ചിന്തകളെയും ദുഷ്ദർശനങ്ങളെയും വലിച്ചെറിയാൻ കഴിയണം. കാരണം കുടുംബത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കും. ആ നോക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കാഴ്ചയ്ക്ക് മുമ്പിൽ, അള്ളാഹുവിന്റെ നോട്ടത്തിന് മുമ്പിൽ കൃത്യമായ കുടുംബ വ്യവസ്ഥ ഏതൊരവസ്ഥയിലും പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നിടത്ത് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ട്. അള്ളാഹു നമ്മുടെ ഇടകൾക്കിടയിലൊക്കെ പ്രണയവും കാരുണ്യവും നിറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്പൈസിയായ ഒരു ജീവിതം, അലങ്കാരമുള്ള ഒരു ജീവിതം, കണ്ണിന് കുളിർമയേകുന്ന ഒരു ജീവിതം. എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ ഉണ്ടാവണം. ആണോ? ആവണം. അന്യന്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോഴല്ല കൺകുളിർമ ഉണ്ടാവേണ്ടത്. അവനാന്റെ കുടുംബത്തിൽ അവിടെ കൺകുളിർമ ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് നിങ്ങളുടെ നിലപാട്? എന്താണ് എന്റെ നിലപാട്? എന്താണ് വിശ്വാസികളുടെ നിലപാട്? ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തനിക്ക് ശാന്തിയും സമാധാനവും കാരുണ്യവും പ്രണയവും ഒക്കെ നൽകാൻ തനിക്ക് സാധ്യമാക്കുന്നത് തൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട തൻ്റെ കുടുംബമാണ്. തൻ്റെ സൃഷ്ടാവ് തന്നെ നിർബന്ധമാക്കിയ തൻ്റെ കുടുംബ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരാൻ എൻ്റെ കൊച്ചുമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന കൊച്ചുമക്കളെ, നിങ്ങൾ ശ്രമിക്കുക. തിരിച്ചു വരിക നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക്. അവർക്ക് മാത്രമേ നിങ്ങൾ തേടുന്ന സുരക്ഷയും, നിങ്ങൾ തേടുന്ന സ്വാതന്ത്ര്യവും, നിങ്ങൾ തേടുന്ന സമാധാനവും, നിങ്ങൾ തേടുന്ന സന്തോഷവും നൽകാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, തിരിച്ചു വിളിക്കൂ നിങ്ങളുടെ മക്കളെ. കേവലം ഒരു ശബ്ദമുട്ട് മുറവിളി കുട്ടിയുള്ള വിളിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട്,
അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അമാനത്ത് സ്വത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, എവിടെയാണ് അശ്രദ്ധ സംഭവിച്ചത്, ആ അശ്രദ്ധകൾ മനസ്സിലാക്കി അവരെ നെഞ്ചോട് ചേർത്ത് തിരിച്ചു കൊണ്ടുവരണം കുടുംബത്തിന്റെ അകത്തളത്തിലേക്ക്. അവിടെ വളരണം അവർ. അവിടെയാണ് ശാന്തി, അവിടെയാണ് സമാധാനം, അവിടെയാണ് സുരക്ഷ എന്നവരെ ബോധ്യപ്പെടുത്തണം. അതിന് സമയം കണ്ടെത്തണം. കാരണം ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്. അള്ളാഹു ചോദിക്കാൻ പോകുന്ന അമാനത്തുകളിൽ ഏറ്റവും സുപ്രധാനമായതാണ്. ആ അർത്ഥത്തിൽ കുടുംബത്തെ, കുടുംബ വ്യവസ്ഥയെ, സന്താനങ്ങളെ, മാതാപിതാക്കളെ, ഇണയെ, പങ്കാളികളെ, സഹോദരന്മാരെ ഒക്കെ പരിഗണിക്കുകയും ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.